EKAP വിഭാഗം സമസ്തകൾ അതുപോലെ തന്നെ അതിൻ്റെ ഉപഗ്രൂപ്പുകൾ ത്വരീഖത്തുകൾ ഇവരൊക്കെ തമ്മിലുള്ള ആദർശ വ്യത്യാസം, അക്കീദയുള്ള വ്യത്യാസം, അതുപോലെ കർമ്മശാസ്ത്ര വ്യത്യാസം, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം 989 സമസ്ത പിളരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം അന്ന് ഇറങ്ങിപ്പോന്നും ഇറക്കി വിട്ടൊന്നും അല്ല, ഞങ്ങൾ സ്വയം പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താകട്ടെ, ഏതായാലും രണ്ട് വിഭാഗമുണ്ട് പ്രമുഖ. അപ്പോൾ നമ്മൾ പ്രമുഖ രണ്ട് ഗ്രൂപ്പുകൾ എടുക്കുന്ന EKAP വിഭാഗങ്ങൾ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കാര്യങ്ങൾ ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർമ്മശാസ്ത്രപരമായിട്ട് പറയത്തക്ക യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഈ രണ്ട് കൂട്ടർ തമ്മിൽ എൻ്റെ അറിവിലില്ല, ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഉള്ളത് വെച്ചാൽ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വളരുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഉസ്താദത്തിലുള്ളത് അതൊരു ഉസ്താദത്തിൻ്റെ ഒറിജിനലാണോ ഡൂബിയാണോ, അത് 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ വളർന്നത് ശരിയാണോ ഇല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുള്ളത് ആ വിഷയത്തിൽ. ഇനി അക്കീദയിൽ നോക്കുകയാണെങ്കിൽ അക്കീദയിലും പറയത്തക്ക, അതായത് വിശ്വാസത്തിൽ ആദർശത്തിലും പറയത്തക്ക മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്നാലും എങ്ങനെ തിരിച്ചറിയുന്നത്, ഇപ്പോൾ ഒരു കാര്യപ്പെട്ട ബാനറൊന്നും ഇല്ലാതെ ഒരു പരിപാടി നടക്കുന്നത്, ഒരു വയൽ നടക്കുന്നത്, ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും? അല്ലെ ഒരു ഉസ്താദിൻ്റെ വയലിൻ്റെ സൗണ്ട് ഒക്കെ എങ്ങനെ മനസ്സിലാവും? ആ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു, അതിന് പിന്നിൽ ചരട് വലിച്ചത് CM വലിയുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അടികൾ കുറേ ആൾക്കാരുണ്ട് ഇതിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ വിമാനം നിയന്ത്രിക്കുന്നത് CM വലിയുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ്ട് നിരുപാധികം അണികൾ ആ വേദിയിൽ നിന്ന് ആ പ്രഭാഷണം എന്തൊക്കെ കേൾക്കണമെങ്കിൽ, അതായത് മുജാഹിദുകളെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമികളൊക്കെ വാദപ്രകാരം തള്ള് മായാവി കഥകൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ കേൾക്കണമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാതെ ആ പറഞ്ഞ വിഭാഗം AP വിഭാഗമായിരിക്കും. പക്ഷെ EK വിഭാഗത്തിൻ്റെ മുജാഹിദുകളും ഇവരൊക്കെ മനസ്സിലാക്കിയതോളം അവർക്ക് തള്ളു കുറവാണ്. പക്ഷെ എന്നാലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. വിമാനം നിയന്ത്രിക്കുന്ന എന്നാന്ന് പറഞ്ഞില്ലാണ്ടെങ്കിലും ചില തള്ളുകളൊക്കെ ഉണ്ടെന്ന് മുജാഹിദുകളും പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ സമയത്തും ഒരു ചെറിയൊരു മാറ്റം കൂടി കാണാം. റബീഉൽ അവ്വൽ വന്നത് നിങ്ങൾ നോക്കിയിട്ട് AP വിഭാഗത്തിന്റെ പള്ളികളും ഇതൊക്കെ മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് EK വിഭാഗത്തിന്റെ പള്ളികളെ തന്നെ അപേക്ഷിച്ച് ഒന്നും കൂടി നല്ല അലങ്കരിച്ച് ഇതൊക്കെ ആയിട്ടുണ്ടോ, അങ്ങനെ നല്ല അലങ്കാരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അടുത്തൊരു EAP വിഭാഗത്തിന്റെ പള്ളി മദ്രസനെ വന്നിട്ടുണ്ടെങ്കിൽ EK വിഭാഗത്തിന്റെ കാര്യമല്ല, പരിപാടികളാണ് ബുദ്ധ മജ്ലിസ് സലാത്തുകൾ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടത്തല് AP വിഭാഗക്കാരം. അല്ലാതെ പറയത്തക്ക ഒരു ആദർശ വ്യത്യാസം ഒറ്റ കാഴ്ചയിൽ തോന്നൂല. നമ്മളെ ഒരു കാഴ്ചയിൽ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.